നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ വീഡിയോയിലും പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു നമ്മളെ ട്രേഡിങ്ങിൽ വരുമ്പോൾ, അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു മിനിമം ഫോളോ ചെയ്യേണ്ട ഒരു 5 ഡിസിപ്ലിൻസ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു വരുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയും. അതുകൂടാതെ തന്നെ അതിൻ്റെ ആമുഖമായിട്ട് ഞാൻ പറയുകയാണ്, ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല, നമ്മുടെ നോർമൽ ഡേ ടു ഡേ ലൈഫിലും അതേ മോഡലിൽ നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ നോർമൽ കാര്യങ്ങളിലെല്ലാം നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അത് ജസ്റ്റ് ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇവിടെ അത് മസ്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. അത് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ നമുക്ക് ചിലപ്പോൾ തടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ, കാരണം പ്രത്യേകിച്ച് ഈ ഒരു മാർക്കറ്റിലേക്ക് വരുമ്പോൾ അത് അങ്ങനെയായി പോവും. അതങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇതിൽ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡ് ആക്കുക എങ്ങനെയാണ് ഏതാണ് എന്നൊക്കെ. ഓക്കെ, ഒരു 5 ഡിസിപ്ലിൻസ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാണ് ഗെയിം മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തേത് നമുക്ക് പറയുന്നത് വെച്ചാൽ ബോർഡം. ഓക്കെ, മൂന്നാമത്തേത് നമുക്ക് വരുന്നത് വെച്ചാൽ എക്സൈറ്റ്മെൻറ്റ്. ഓക്കെ, നാലാമത്തേത് വരുന്നത് വെച്ചാൽ റിസ്ക് കാൽക്കുലേഷൻ എന്ന് പറയും. ഓക്കെ, അഞ്ചാമത്തേത് വരുന്നത് പേഷ്യൻസ്, അതായത് ലാക്ക് ഓഫ് പേഷ്യൻസ് എന്ന് പറയും. ഓക്കെ, ഇനി ഓരോന്ന് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഒരു ഗെയിം മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഗെയിം കളിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ടാവുക? നമ്മളത് ജയിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള രീതിയിലായിരിക്കും ഗെയിം കളിക്കുക. ഓക്കെ, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന പല ആളുകളും ഈ ഒരു രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ജയിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഗെയിം കളിക്കും. ഓക്കെ, ആ ഒരു ഗെയിം മെൻറ്റാലിറ്റിയിലെ കണ്ടീഷനിലൂടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നിലനിൽക്കാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മുടെ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ നമ്മൾ അങ്ങനെ ജയിച്ചെന്നിരിക്കാം, പക്ഷേ എല്ലാ സമയത്തും നമുക്ക് അങ്ങനെ ഭാഗ്യം നടക്കണമെന്നില്ല. ഓക്കെ, അപ്പം വെച്ചാൽ ഇതിനെ നമ്മൾ ഒരു ബിസിനസ്സായി കണ്ട് തന്നെ കാണുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലിയായി കണ്ട് കാണുക. അപ്പോൾ ആ ജോലിക്ക് അതിൻ്റെതായ കുറച്ചു ഡിസിപ്ലിൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയം രാവിലെ ഒരു 9 മണിക്ക് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 9:30 ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് ഓഫീസ് കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചായ കുടിക്കാനുള്ള സമയമുണ്ട്, ചോറ് കഴിക്കാനുള്ള സമയമുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളൊരു ഗെയിമിലേക്ക് ഇരിക്കുന്ന സമയത്ത്, സാധാരണ നോർമലി ഒരു ഗെയിമിലേക്ക് ഇരിക്കുമ്പോൾ നമ്മൾ അതേ മോഡലിലെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മറന്നുപോകും. പിന്നെ ജയിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒന്നിൽ ലോസായി, അടുത്തത് വീണ്ടും അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യും, അടുത്തതിലും ലോസായി, അടുത്തും വീണ്ടും നമ്മൾ അതിൽ ലോസായി, ജയിക്കോളം അങ്ങനെ ചെയ്യും. പക്ഷെ ഇവിടെ ആ രീതിയിൽ നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല. ഓക്കെ, രണ്ടാമത്തത് വരുന്നത് വെച്ചാൽ എക്സൈറ്റ്മെൻറ്റ്. നമ്മൾ ഒരു 1-2 ട്രേഡുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മൾ ഇതിൽ ഭയങ്കര പുലിയായി. ഓക്കെ, നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ ഒരു 1000 രൂപ ഇട്ടാണ്ട് 2000 രൂപയാക്കി, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ഇട്ടാണ്ട് 2 ലക്ഷം രൂപയാക്കി. ഇങ്ങനത്തെ രീതിയിലെല്ലാം നമ്മൾ ചിന്തിക്കും. ഓക്കെ, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഓരോ ട്രേഡുകളും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ്സും അത് ഓരോ രീതിയിലായിരിക്കും. ഓക്കെ, അത് ഓരോ രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഒരേ ഇതിൽ കാണാം. കാരണം ഒരു ഇതിൽ യൂസ് ചെയ്ത് തന്നെ ആവണമെന്നില്ല മറ്റതിൽ യൂസ് ചെയ്യുക. സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയായിരിക്കും. പക്ഷേ നമുക്ക് തോന്നും അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് ശരി. ഓക്കെ, അല്ലെങ്കിൽ ഞാനിത് ഓക്കെയാണ്, എന്നെക്കാളും കൂടുതൽ വേറൊരാൾക്ക് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ആ ഒരു ചിന്ത നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ ലേൺ ചെയ്യാനുള്ള ഒരു ഇത് മാറും. അതേ മോഡല് നമ്മൾ തന്നെയാണ് വലിയ ആൾ. വേറെ ആൾക്കാർ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. എക്സ്പീരിയൻസ് ആയ ആൾക്കാർ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. ഇതൊക്കെ വരുന്ന സമയത്ത് ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് എക്സൈറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. അങ്ങനെ എക്സൈറ്റ്മെൻറ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ആരും അത്ര വലിയ ആളും അല്ല, ചെറിയ ആളും അല്ല. നോർമൽ എല്ലാവരും വരുന്നു, അവരുടേതായ രീതിയിൽ നമ്മുടെ റിസർച്ചും അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി ആ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്ന വാങ്ങിക്കൊണ്ട് നമ്മളിരിക്കുന്നു. ആ രീതിയിൽ മാത്രം കാണുക. ഓക്കെ, പിന്നെ വരുന്നതാണ് ബോട്ടം. ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി മാർക്കറ്റിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്.
നമ്മൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇനി ആ സാധനം ഈ ഒരു പ്രൈസിൻ്റെ താഴത്തേക്ക് ഇനി പോവേ ഇല്ല, ഈ റേഞ്ചിൽ ഞാൻ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഈ സാധനം ഈ റേഞ്ചിൽ കിട്ടൂല്ല എന്ന് വിചാരിക്കും. നോർമലി ഏതൊരാളും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നതാണ്. പക്ഷെ സാധാരണ അതാണോ സംഭവിക്കാറ്? ഒരിക്കലും അല്ല. നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം നമ്മൾ അപ്പോൾ ഓടിച്ചാടി എന്തെങ്കിലും കാണിച്ചിട്ട് അത് കിട്ടണം എന്ന് വിചാരിച്ചാൽ അതിൻ്റെ ബാക്കിൽ ഓടിക്കൂടും. പക്ഷേ സംഭവിക്കുക, നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം ചിലപ്പോൾ പിന്നെ പിറ്റേ ദിവസമായി കണ്ട് കാണുന്നത് വെച്ചാൽ ചിലപ്പോൾ 95 ആവും, 90 ആവും, 85 ആവും, ചിലപ്പോൾ വീണ്ടും 95 ആവും, 90 ആവും, ഇങ്ങനെ കളിക്കും. അപ്പോൾ നമുക്ക് ചിന്തിക്കും, കുറച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യായിരുന്നു എന്നെനിക്ക് ഈ റേറ്റിൽ കിട്ടും. ഓക്കെ, അത് വേറൊരിത്. അതേ മോഡല് നമ്മൾ ഇപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം ഒരു 150 രൂപയാകുമ്പോൾ നമ്മൾ വിറ്റു. നമ്മൾ 150 രൂപയായിട്ട് വിറ്റതിൻ്റെ ശേഷം ഈ സാധനം നേരെ പോയി കണ്ട് പിന്നെ നമ്മൾ കാണുന്നത് ചിലപ്പോൾ 1500 അപ്പോഴും നമ്മൾ ടെൻഷൻ അടിക്കും. കുറച്ചു കാലം കൂടെ എനിക്ക് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഈ സാധനം 1500 രൂപയ്ക്ക് വിൽക്കായിരുന്നു, അല്ലെങ്കിൽ അതങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 500 രൂപയ്ക്കെങ്കിലും വിൽക്കായിരുന്നു. ഇതൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതും ഇങ്ങനെ ചിന്തിക്കാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം, ഒന്ന് നമുക്ക് നമ്മുടെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ട്രേഡിംഗ് പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജീസ് പ്രോപ്പറായിട്ട് അല്ലായിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിലേക്ക് അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. ഓക്കെ, പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് കാൽക്കുലേഷൻ. അതായത് നമുക്ക് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇത്, കാരണം നമുക്ക് എത്ര ലാഭം വേണം, എത്ര നഷ്ടം നമുക്ക് സഹിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് ആളുകൾക്ക് ഈ ഫോമോയിലേക്കൊക്കെ പോവുക. അതായത് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷൻ, ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത കണ്ടീഷൻ. ഇപ്പം നിങ്ങൾക്ക് നാളെ ഒരു 10,000 രൂപയ്ക്ക് ആവശ്യമുണ്ടെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 5000 രൂപ ഉണ്ടെങ്കിൽ 5000 രൂപയ്ക്ക് ഇവിടെ വാങ്ങിക്കഴിഞ്ഞാൽ നാളത്തേക്ക് അത് 10,000 ആവില്ല. ഇതിന് കുറച്ച് ടൈം കൊടുക്കണം. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടാവും, ചിലപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം, ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റും വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോൾ എന്ത് റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതൊരു കാൽക്കുലേറ്റഡ് ആയിട്ട് റിസ്ക് ആയിരിക്കണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ 1,00,000 രൂപ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ആ 1,00,000 രൂപയ്ക്ക് മൊത്തമായിട്ട് നിങ്ങളത് റിസ്ക് എടുക്കരുത്. നിങ്ങൾ എടുക്കുന്ന റിസ്ക് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ്. അതാണ് പറഞ്ഞത്, നമുക്കൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുമ്പോൾ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. അതായത് അലോക്കേഷൻ പെർസെൻറ്റേജ്, ഒരു ഇതിലേക്ക് ഇത്ര പെർസെൻറ്റേജ് ഞാൻ അലോക്കേറ്റ് ചെയ്യണം, മറ്റേതിലേക്ക് ഇത്ര അലോക്കേറ്റ് ചെയ്യണം, ടോട്ടലായിട്ട് പോർട്ട്ഫോളിയോക്ക് ഒരു ടോട്ടൽ ഒരു വാല്യൂ. ഓക്കെ, അതിൻ്റേതായ കുറച്ച് ഡിസിപ്ലിൻസ്, അതിൻ്റേതായ കുറച്ച് റൂൾസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പോർട്ട്ഫോളിയോ തയ്യാറാക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ഓക്കെ, അതിൽ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് റിസ്ക്. ഓക്കെ, റിസ്ക് റാഷ്യോ എന്ന് പറയും. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് പേഷ്യൻസ് എന്ന് പറയും. നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ എൻ്റെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 5 വർഷമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഡബിളാക്കിയാണ്ട് വിറ്റ സാധനങ്ങളുണ്ട്. ചിലപ്പോൾ ചില സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാണ്ട് ചിലപ്പോൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ 2, 3, 4, 2 അല്ലെങ്കിൽ 3 ഒക്കെ 1 ഒക്കെ നമുക്ക് മൾട്ടിപ്പിൾ ആവുന്ന സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ വെച്ചാൽ നമുക്ക് നമ്മളേതായ ഒരു പ്ലാൻ ഉണ്ടാവും. ഈ പ്ലാനിൻ്റെ അകത്ത് മാത്രം നിൽക്കുക, അതിനെ ബേസ് ചെയ്താണ് മാത്രം ട്രേഡ് ചെയ്യുക. അതായത് ഈ ലാക്ക് ഓഫ് പേഷ്യൻസ് ഇല്ലാതിരിക്കാനുള്ള മെയിൻ കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ആ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്ലാൻ മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചാൽ നമുക്ക് ട്രേഡിങ്ങിൽ മാത്രമല്ല, ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല. ഓക്കെ, നമുക്ക് നമ്മുടെ നോർമൽ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന പല ബിസിനസ്സുകളിലും ഈ കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം എന്തൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവും വെച്ചാണ് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞതാവില്ല, ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് വേറെ രീതിയിലായിരിക്കാം. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ, ഓക്കെ, ഗെയിം മെൻറ്റാലിറ്റി, അതേമാതിരി എക്സൈറ്റ്മെൻറ്റ്, പിന്നെ ബോർഡം, പിന്നെ ലാക്ക് ഓഫ് പേഷ്യൻസ്, അതേ മോഡല് റിസ്ക് കാൽക്കുലേഷൻ, ഈ 5 കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ മാർക്കറ്റിൽ വരുന്ന സമയത്ത് മസ്റ്റായിട്ടും നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കൂടുതൽ കാലം ഇതിൽ നിൽക്കാൻ കഴിയില്ല. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.